ഇന്ന് നമുക്ക് നോർത്ത് കേരളയിലെ അവിയൽ ഉണ്ടാക്കിയാലോ? നമ്മുടെ നാട്ടിലത്തെ അവിയൽ എന്ന് പറയുന്നത് ഇത്തിരി ഒന്ന് കുഴഞ്ഞ പോലെ ഉണ്ടാവും. ഒരുപാട് അങ്ങ് അടിയാനും പാടില്ല, എന്നാൽ ഒരുപാട് കുഴയാനും പാടില്ല. ആ ഒരു പരുവത്തിലുള്ള അവിയലാണ് നമ്മുടെ സൈഡിലുള്ള അവിയൽ. നിങ്ങൾ എടുത്ത് കഴിക്കാൻ പറ്റും വേണം, എന്നാൽ അരവിന് കുറച്ചൊരു ഇച്ചിരി ചാറ് ഗ്രേവി പോലെ ഉണ്ടാവും വേണം. അതാണ് നമ്മുടെ നാട്ടിലെ അവിയൽ. അവിയലിന് വേണ്ട കഷ്ണങ്ങൾ എന്തും ആവാം. ബീൻസ് ഇടാം, ക്യാരറ്റ്, മുരിങ്ങക്കായി, ചേന, ഏത്തക്കായി, പിന്നെ പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇടണം. ഉപ്പും ഇട്ട് മഞ്ഞളും ഇട്ടിട്ട് ഒറ്റ വിസിലിൽ വേവിക്കുക. ഒറ്റ വിസിൽ. കുക്കറിൽ വെക്കുന്നില്ല പറയുന്നത്. കുക്കറിലല്ലേ വെക്കുക നീയല്ലോ. അതായത് ഒരുപാട് ഒടിയില്ല, എന്നാ നല്ല വെന്തിട്ടും ഉണ്ടാവണം. അങ്ങനെയാണ് അതിന്റെ പരുവം. അതിലേക്കുള്ള ചേരുവകൾ: ഒരു കപ്പ് തേങ്ങ, ജീരകം, പച്ചമുളക്. ഇതൊന്ന് ക്രഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചില്ലി, 2 ചില്ലി ഇട്ടോ, കാരണം എരിവിന്റെ പരുവം. അതായത് മൂന്നല്ലി, അധികമൊന്നും വേണ്ട, ഒരു 3 അല്ലി വെളുത്തുള്ളി മതി. അവിയലിന് ഒതുക്കലാണല്ലോ, അരയാൻ പാടില്ല അധികം. എന്നിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരൊറ്റടി അടിച്ചിട്ട് കഷ്ണത്തിലേക്ക് ചേരുവകളെല്ലാം ഇട്ട് ഇളക്കിയിട്ട് ഈ അരപ്പെല്ലാം തിളച്ച് വന്ന് വാങ്ങി നല്ല കട്ടിയുള്ള ഒരു കപ്പ് തൈര് ഒന്നിങ്ങനെ ലൈറ്റ് ചൂട് വരുന്ന സമയത്ത് ഈ തൈര് അതിലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് ആദ്യം വെള്ളം, ഒരുപാട് കഷ്ണത്തിലധികം വെള്ളം ആദ്യമേ ഉണ്ടാവരുത്. ഒരുപാട് വെള്ളം ആയി പോകരുത് കഷ്ണത്തിലും. അല്ല, അതൊന്ന് ശ്രദ്ധിക്കണം. അവിയലിന് ആക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ വാങ്ങാൻ നേരത്ത് ഒരു കരിവേപ്പിലയും ഇട്ട് പച്ച വെളിച്ചെണ്ണ നനച്ച് നമ്മളൊന്ന് ഇളക്കി അടച്ച് വെക്കുക.